ഹേ ഗായ്സ്, ഇന്ന് എന്റെ ലാസ്റ്റ് എക്സാം ആണ്. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ പോവാണ്. എന്താന്ന് വെച്ചാൽ ബസ്സൊന്നുമില്ല, KSRTC മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എപ്പോഴാ ബസ്സിന്റെ ടൈം എന്നൊന്നും അറിയാത്തോണ്ട് നേരത്തെ പോവാണെങ്കിൽ ആകുമ്പോഴത്തേനും കോളേജിൽ എത്തുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോവാണ്. ഈ ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന്. അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ബുക്കാണ് കേട്ടോ. ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കട്ടിയുള്ള ബുക്കാണ് ഇന്ന്. കുറേയൊക്കെ എന്തൊക്കെയോ നോക്കിയിട്ടുണ്ട്, എന്നാലും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ടോപ്പാണ് ഇത്. ഞാൻ കുറെ പ്രാവശ്യം കോളേജിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. എനിക്ക് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിട്ടിട്ടാണ് ഇന്ന് കോളേജിലേക്ക് പോകുന്നത്. മുന്നേ സ്റ്റിച്ച് ചെയ്താണെങ്കിലും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് പോയത്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ ഞാനിത് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പുൽപ്പള്ളിക്കാണ് പോകുന്നത്. അവിടുന്ന് KSRTC കയറിയിട്ടാണ് ബത്തേരിക്ക് വന്ന് വിചാരിക്കുന്നത്. കുറേ നേരം ഇരുന്നിട്ടാണ് പള്ളിക്കുള്ള ബസ് കിട്ടിയത്. അത് കിട്ടിയിട്ട് പിന്നെ ടൗണിലെത്തി ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ബത്തേരിക്കുള്ള ബസ്സിൽ കയറിയിട്ട് പോവാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കോഫി കുടിക്കാനാണ്. ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് എക്സാമിന് പോകാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 5 മണിയാവും എക്സാം കഴിയും. അപ്പത്തേനും നല്ലോണം വിശക്കും. അപ്പൊ ഇത് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ട് കോളേജിലേക്ക് പോവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇത് അവിടെ പോയിട്ട് കുറച്ചു നേരം പഠിക്കുന്നുണ്ട്. സമയമുണ്ട്. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കട്ടിയുള്ള ഒരു ബുക്കാണ് കേട്ടോ ഉള്ളത്. കുറെയൊക്കെ നോക്കിയിട്ടുണ്ട്, എന്നാലും ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് പഠിക്കുവാണ്. പിന്നെ എക്സാം കഴിഞ്ഞ് പുറത്തെത്തി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട്. ഇനി ഞങ്ങൾ ഇറങ്ങുന്ന സമയപ്പോഴത്തേനും വലിയൊരു മഴ പെയ്തു. കറക്റ്റ് ഇറങ്ങിയപ്പോഴത്തേനും അതൊന്ന് കുറഞ്ഞു. ഈ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എക്സാം നടന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പൊ കുറച്ച് കസ്റ്റമേഴ്സിന്റെ ഡ്രസ്സൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ പുതിയ ഡ്രസ്സുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എന്നും വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ അവിടെ ഞങ്ങൾ ബത്തേരി ടൗണിലേക്ക് പോയി. അവിടെ നിന്നാണ് ബസ് കയറിയത്. KSRTC തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് കയറി നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബസ് ഇറങ്ങി നടക്കുവാണ്. അപ്പൊ അത്രയാണ് ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.